ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രൈൻസിനെ കുറിച്ചാണ്. എന്താണ് കൺസ്ട്രൈൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ കൺസ്ട്രൈൻസിൽ നമ്മൾ നാല് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം എന്താ കൺസ്ട്രൈൻസ് നോക്കാം. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസാണ്. അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഇൻഫർമേഷൻസ് അതിൽ വരുന്ന പ്രോബ്ലംസ് ഓവർകം ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് റൂൾസാണ് കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസിൽ നമുക്ക് ഡാറ്റ ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയിൽ വരുന്ന ഡാമേജസ്, ഡാറ്റാബേസിന് ഇടയിൽ വരുന്ന ഡാമേജസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമൈൻ കൺസ്ട്രൈൻ, എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻ, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻ ആൻഡ് കീ കൺസ്ട്രൈൻ. അതായത് ഡൊമൈൻ കൺസ്ട്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് പറയുന്നതാണ് ഡൊമൈൻ കൺസ്ട്രൈൻസ് പറയുന്നത്. ഡാറ്റ ടൈപ്പ് അങ്ങനത്തെയൊക്കെ. ഡാറ്റ ടൈപ്പിൽ ഇൻറ്റിജർ ആണെങ്കിൽ നമ്പേഴ്സേ പാടുള്ളൂ, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ സിംഗിൾ ക്യാരക്ടേഴ്സേ പാടുള്ളൂ, വേർകെയർ ആണെങ്കിൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻറ്റിജർ വരാം, പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ആകുമ്പോൾ ഡെസിമൽ വാല്യൂസ് വരണം, പിന്നെന്താ ഡേറ്റ് ആകുമ്പോൾ ഡേറ്റിൻ്റെ ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു എന്താ പറയുക, വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രൈൻസിനെയാണ്. അതല്ലെങ്കിൽ എറർ കാണിക്കും. അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെയാണ് ഡൊമൈൻ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏജ് എന്നുള്ളത് ഇൻറ്റിജർ സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എറർ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് എൻറ്റിറ്റി കൺസ്ട്രൈൻസ്. എൻറ്റിറ്റി കൺസ്ട്രൈൻസിൽ നമ്മൾ ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി കീയിൽ ഉള്ള പൊസിഷനിൽ നമ്മൾ നൾ വാല്യൂ കൊടുക്കുകയാണെങ്കിലൊക്കെ എറർ കാണിക്കും. അതാണ് ഈ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ താഴെ എക്സാമ്പിൾ ആ ടേബിളിനകത്ത് എംപ്ലോയി ID നമ്മൾ കൊടുത്തിട്ടുള്ളിടത്ത് ബ്ലാങ്ക് കൊടുത്തിരിക്കുകയാണ്. അതൊരിക്കലും ഇതിൽ അലോ ചെയ്യില്ല, എറർ കാണിക്കും. നമ്മൾ കറക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രൈമറി ഫീൽഡ് അല്ലാത്തതാണെങ്കിൽ നമുക്ക് നൾ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ഫീൽഡ് ഒരിക്കലും നൾ വാല്യൂ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അടുത്തത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ വേണമെങ്കിൽ ഫോറിൻ കീ എന്ന് വേണമെങ്കിൽ പറയാം. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി അതായത് ഒരു ടേബിളിൽ നമ്മൾ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത ഡാറ്റയെ വേറൊരു ടേബിളിൽ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫോറിൻ കീ കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ടേബിളിൽ നമ്മൾ D നമ്പർ എന്നുള്ളത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ കീ ആയി സെറ്റ് ചെയ്തതിൽ വേറൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചെങ്കിൽ നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൊടുത്ത വാല്യൂസ് മാത്രമേ ഇവിടെ ഫോറിൻ കീ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് എക്സ്ട്രാ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കാണിക്കും. ഓക്കെ, അടുത്തത് കീ കൺസ്ട്രൈൻസ്. കീ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, കീ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ മൾട്ടിപ്പിൾ കീസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ കീ യൂസ് ചെയ്യാമെങ്കിലും ഒരു കീ ആയിട്ട് പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത ഫീൽഡിൽ നമ്മൾ റിപ്പീറ്റേഷൻ വരികയാണെങ്കിൽ അത് എറർ കാണിക്കാൻ കാരണം കീ കൺസ്ട്രൈൻസ് ആണ്. ഓക്കെ, കീ കൺസ്ട്രൈൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഉള്ളത് കൊണ്ടാണ്, ആ റൂള് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതിൽ നമ്മൾ 2 പ്രാവശ്യം സെയിം വാല്യൂ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ 4 ടൈപ്സിനെ കുറിച്ചുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസിനെ കുറിച്ചാണ് നിങ്ങളുടെ സിലബസിനകത്ത് പഠിക്കാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസിൽ
ഒരു മൂന്നാല് ടൈപ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഫോറിൻ കീ, നോട്ട് നൾ, യുണീക്ക്, ചെക്ക്. എന്താണ് ഫോറിൻ കീ, എന്താണ് നോട്ട് നള്ള്, എന്താണ് യുണീക്ക്, എന്താണ് ചെക്ക് നോക്കാം. നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് SQL കമാൻഡ്സും ക്വറീസുമാണ് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് എങ്കിലും നിങ്ങളുടെ ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് PostgreSQL ആണ്. ഓക്കെ, അപ്പോൾ പറയുമ്പോൾ രണ്ടും ഒപ്പം പറഞ്ഞു പോവാം. ഇതിനകത്ത് ഈ PDF-നകത്ത് ഞാൻ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള PDF ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ SQL ക്വറീസ് ആയിരിക്കും. ചെറിയ സിൻടാക്സ് ചേഞ്ച് വരുന്നുള്ളൂ. അത്ര വലിയ കൺഫ്യൂസിങ് സിൻടാക്സ് ചേഞ്ചൊന്നും അതിനകത്ത് വരുന്നില്ല. എങ്കിലും എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ തിയറി പാർട്ട് എഴുതുമ്പോൾ എന്തെഴുതണം? SQL ക്വറീസ് എഴുതുക. അതിൽ പ്രാക്ടിക്കലിന് പഠിക്കുമ്പോൾ PostgreSQLൻ്റെ പഠിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിൽ കൺസ്ട്രെയിൻസിനെ നമ്മൾ 2 ടൈപ്പിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോളം ലെവൽ ഡെഫിനിഷനും, സെക്കൻഡ് വൺ പറയുന്നത് ടേബിൾ ലെവൽ ഡെഫിനിഷനുമാണ്. ഓക്കെ, അതിൽ കോളം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അടുത്ത കോളം എന്നുള്ളത് നോക്കിയിട്ടാണ് കോളം ലെവൽ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ ബി സ്പെസിഫൈഡ് ആഫ്റ്റർ ഓൾ ദ കോളംസ് ആർ ഡിഫൈൻഡ്. എല്ലാ കോളംസും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ് പറയുന്നതാണ് ടേബിൾ ലെവൽ എന്ന് പറയുന്നത്. കോളം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രെയിൻസ് ക്യാൻ ബി സ്പെസിഫൈഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോളം ഡെഫിനിഷൻ. കോളം ഡെഫിനിഷൻ കഴിഞ്ഞുടനെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് കോളം ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മളൊരു കോളം കഴിഞ്ഞിട്ട് ഇപ്പം ID കഴിഞ്ഞിട്ട് പ്രൈമറി കീ സെറ്റ് ചെയ്യുക, അതൊക്കെ കോളം കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ടേബിൾ ഡെഫിനിഷൻ എല്ലാ കോളവും കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ടൈപ്പാണെങ്കിൽ അത് ടേബിൾ ഡെഫിനിഷനാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കാം. SQL പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രെയിൻസ് ഡിഫൈൻസ് ദി കോളം ഓർ കോമ്പിനേഷൻ ഓഫ് കോളംസ് വിച്ച് ആർ യുണീക്കലി ഐഡൻറ്റിഫൈസ് ഈച്ച് റോസ് ഇൻ എ ടേബിൾ. ഒരു പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടേബിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്കായിട്ട് ഒരു കോളം സെറ്റ് ചെയ്യുന്ന യുണീക്കായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള അതായത് ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ടേബിളിനകത്ത് നമുക്ക് എത്ര പ്രൈമറി കീ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു ടേബിളിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രൈമറി കീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൽ സിൻടാക്സ് എന്ന് പറയുന്നത് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, ബ്രാക്കറ്റിനകത്ത് നമ്മുടെ കൺസ്ട്രെയിൻ, അതായത് പ്രൈമറി കീ ഏതിനെയാണോ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എത്ര കോളംസ് വേണമെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ നെയിം, ബ്രാക്കറ്റിനകത്ത് ID പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്പേസ് വരിട്ട് പ്രൈമറിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് SQL ചെയ്യുന്നത്. നമ്മളെ PL/SQL ആകുമ്പോൾ ഇത് ആദ്യം എല്ലാ കോളംസും സ്പെസിഫൈ ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യും, ഏതാണോ പ്രൈമറി കീ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യും. നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ പലതരത്തിലുള്ള നമുക്കിങ്ങനെ ചെയ്യാനുള്ള പല തരത്തിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ കീ ഓർ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. ഫോറിൻ കീനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മൾ ഒരു ടേബിളിന് അകത്തുള്ള ഡാറ്റ വേറൊരു ടേബിളിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലാണ് നമ്മൾ മെയിനായിട്ട് ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ടേബിൾ 1 നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ അടുത്ത ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത ഫീൽഡ് വാല്യൂസ് തന്നെ വേണം ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ എക്സ്ട്രാ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫീൽഡ് നെയിം വേണമെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാം. ഇപ്പോൾ ടേബിൾ 1 നമ്മൾ ID എന്ന് കൊടുത്തതിനെയാണ് പ്രൈമറി കീനെയാണ് നമ്മൾ ഈ ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ടേബിൾ 2 ഫോറിൻ കീ ആയി സെറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇവിടെ ഈ ID എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അത് കുഴപ്പമില്ല. പക്ഷേ കൊടുത്തിരിക്കുന്ന ഫീൽഡ് വാല്യൂസ് നമ്മൾ സെയിം ആയിരിക്കണം.
ഓക്കെ, ഇതാണ് ഫോറിൻ കീയുടെ. ഇതിൽ ഫോറിൻ കീയുടെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഫോറിൻ കീ ആയിട്ട് ഇപ്പോൾ ഇത് ഈ ടേബിൾ പ്രൊഡക്റ്റ് എന്നുള്ള ടേബിളിൽ പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഐ ഡി. അതിനെ നമ്മൾ ഫോറിൻ കീ ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക വെച്ചെങ്കിൽ, ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ SQL ആകുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. PL/SQL അത് ഓട്ടോമാറ്റിക് ക്രിയേഷൻ വരും. നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് വരും. ഓക്കെ, അതിനകത്ത് വെച്ച് നമ്മൾ കോഡിനകത്ത് വരില്ല, നമ്മുടെ ഇതിനകത്ത് ഇൻബിൽഡാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതിനകത്ത്? PostgreSQL. ഓക്കെ, ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഫോറിൻ കീ സെറ്റ് ചെയ്യുമ്പോൾ ഫോറിൻ കീ എന്ന പേരിലല്ല കൊടുക്കുക, റെഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ PostgreSQL ആകുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കൺസ്ട്രെയിൻ എന്നത് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് ഫോറിൻ കീ ബ്രാക്കറ്റിൽ ഏതിനെയാണോ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അത് റെഫറൻസ്, നമ്മൾ എവിടെ നിന്നാണോ അത് ആക്സസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ടേബിൾ നെയിം, ഇത് മാത്രമാണ് നമ്മളുടെ ഏതിൽ വരിക? PostgreSQL വരിക. ഞാനത് നിങ്ങൾക്ക് വേറെ എഴുതിയിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് വരുന്നില്ല. ഇനി അടുത്തത് നമ്മുടെ നോട്ട് നൾ കൺസ്ട്രെയിനാണ്. നോട്ട് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ചില ഫീൽഡ് നമുക്ക് നള്ളായിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനത്തെ ചില ഫീൽഡുകളുണ്ടാവും. അതായത് നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ ദ പ്രോഗ്രാം, ഓക്കെ, അല്ലെങ്കിൽ ക്വറീസ്. അപ്പോൾ അങ്ങനെ നോട്ട് നള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് നൾ എന്നുള്ള കീവേഡ് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, നോട്ട് നൾ എന്നുള്ള കീവേഡ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നോട്ട് നൾ എന്ന കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പിന്നെ വാല്യൂസ് ഇല്ലാണ്ട് ആ ക്വറീസ് നമ്മളങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഏത് ഫീൽഡാണോ നമുക്ക് നോട്ട് നൾ എന്ന് കൊടുക്കേണ്ടത് ആ ഫീൽഡിൻ്റെ അടുത്ത്, ഇപ്പോൾ നമുക്ക് ID എന്നുള്ളത് നോട്ട് നള്ളാണ്, അതിനകത്ത് വാല്യൂസ് എപ്പോഴും നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണെങ്കിൽ ID ഡാറ്റ ടൈപ്പ്, അതായത് value 1 സ്പേസ് ഡാറ്റ ടൈപ്പ് സ്പേസ് നോട്ട് നൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കതിനൊരിക്കലും നള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് SQL യുണീക്ക് കീ എന്ന് പറയുന്നത് ഒരു കോളം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളംസ്, ഓരോ ഗ്രൂപ്പ് ഓഫ് കോളം എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് യുണീക്ക് കീ. ഇത് ഒരിക്കലും അതിൽ നൾ വാല്യൂസ് വരാം, പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ അലൗ ചെയ്യുന്നില്ല. അതാണ് യുണീക്ക് കീയുടെ പ്രത്യേകത. ഡ്യൂപ്ലിക്കേഷൻ വരാണ്ട് ഒന്നിൽ കൂടുതൽ കോളംസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് യുണീക്ക് കീ. ഒരു കോളത്തിനെയോ ഒന്നിൽ കൂടുതൽ കോളത്തിനെയോ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളത്തിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനാണ് പ്രൈമറി കീ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫീൽഡ് പ്രോപ്പറായിട്ട് വെച്ചിട്ട് ആ ഫീൽഡ് വെച്ച് നമുക്ക് എൻറ്റയർ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കോളത്തിൻ്റെ വാല്യൂസിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും, അതായത് ഒരേ വാല്യൂ ഒന്നിൽ കൂടെ ടേബിളിലേക്ക് വേണ്ട, നമുക്ക് എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് വേണം എന്നുള്ള ടൈപ്പ് വരുമ്പോഴാണ് നമ്മൾ യുണീക്ക് കീ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അത് ഇതേപോലെ തന്നെ നമ്മൾ ഏത് ഫീൽഡാണോ യുണീക്കായിട്ട് വേണ്ടത് അതിൻ്റെ അടുത്ത് യുണീക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്ററിലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് കൺസ്ട്രെയിൻ. ചെക്ക് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺസ്ട്രെയിൻ ഡിഫൈൻസ് എ ബിസിനസ് റൂൾ ഓൺ എ കോളം. All the rows must satisfy the rules. The constraint can be applied for a single column or a group of column. ചെക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കോളത്തിലേക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോളത്തിലേക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, എക്സാമ്പിൾ നോക്കാം. അതായത് എങ്ങനെയാണ് ഇപ്പോൾ പറയാം, നമ്മൾ ജെൻഡർ നോക്കുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ എസ് ഓർ നോ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കില്ലേ, അതിനാണ് മെയിനായിട്ട് നമ്മൾ ചെക്ക് വെച്ച് ചെയ്യുന്നത്. നമുക്കിതൊക്കെ ലാബിൽ ചെയ്യാനുണ്ട് കേട്ടോ, ചെക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി
പിന്നെന്താ അതന്നെ അത് നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റ് ലാസ്റ്റ് വേണമെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ അവസാനിക്കുന്ന അവിടെ നോർമലി കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ കോളംസും കൊടുത്തതിൻ്റെ ശേഷം ലാസ്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീനിൽ കൊടുത്താൽ ചില സമയത്ത് പോസ്റ്റ്ഗ്രസ്സിൽ എറർ കാണിക്കും. SQL കമാൻഡ്സ് പോലെയല്ല, പോസ്റ്റ്ഗ്രസ്സിൽ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മോസ്റ്റ്ലി എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അധികം അങ്ങനെ തന്നെയാണ് വന്നത്. ഞാനിപ്പോൾ ഒന്ന് രണ്ട് ടീച്ചേഴ്സിനായിട്ട് സീനിയർ ടീച്ചേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് അങ്ങനെയാണ്. കൺസ്ട്രെയിൻസ് എല്ലാം ഒന്നില്ലെങ്കിൽ അറ്റ് ദ എൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോളം കഴിഞ്ഞിട്ട് ഏതാണോ അതെന്നുള്ളത് അതിൻ്റെ അവിടെ കൺസ്ട്രെയിൻസ് എല്ലാം ഒന്നിച്ച് തന്നെ കൊടുക്കുക ലാസ്റ്റ്. ഏറ്റവും ബെറ്റർ അതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ലാബ് പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനകത്ത് ഫോറിൻ കീ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം. നിങ്ങളത് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. അതായത് ഒരു 6-7 ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓരോ ടേബിളും വേറൊന്നിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഒന്നിൽ കൂടുതൽ പ്രൈമറി കീ സെറ്റ് ചെയ്യാനുണ്ട് ചില ടേബിളിൽ. അപ്പം അയച്ചു തരാം. ആദ്യം നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ കറക്ഷൻ ചെയ്ത് തരാം. കുറച്ചൊക്കെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.